ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞു അല്ലേ? ആഘോഷങ്ങളൊക്കെ കഴിച്ചു. എല്ലാവരും വീണ്ടും പഴയപടി തന്നെയായി അല്ലേ? ഞങ്ങളും പഴയപടിയായി. വിഷു എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എപ്പോഴും വിഷു ആയാലും ഓണായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിൽ നമ്മളെ പഴയ കാലത്തേക്ക് എപ്പോഴും കൊണ്ടുപോകുന്ന ഒന്നാണ് വിഷു ഓണം. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. വിഷുവിൻ്റെ 2 ദിവസം മുമ്പേ നമ്മൾ ആ ഒരുക്കവും തിരക്കും എന്തോ എന്തോ എപ്പോഴും നമുക്കൊരു സന്തോഷം തരുന്നതാണ്. അപ്പോൾ ആ വിഷുവൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും പഴയപടിയായി. ഈ പഴയ പോലെ ചോറും കൂട്ടാനൊക്കെ വെക്കുക. മറ്റേത് സദ്യ വെക്കേണ്ട തിരക്ക്, പായസം വെക്കേണ്ട തിരക്ക്, എന്ത് സദ്യ ഉണ്ടാക്കണം എന്നുള്ള ചിന്തകൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പം വീണ്ടും പഴയപടി. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയുകയാണ്. വീഡിയോ ഒക്കെ കാണുക. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബും കമൻറ്റും ഒക്കെ തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഞാൻ തുടങ്ങട്ടെ. രാവിലെ ദോശയാണ്. ഇന്നത്തെ സാമ്പാർ ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് ചട്നി അരച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരുടെ കുളി കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കാനായില്ല. ദോശ എല്ലാവർക്കും ചൂടോടെ വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അരിക്ക് വെള്ളം അവിടെ വെക്കാം. ചോറിങ്ങനെ ആയിക്കോട്ടെ അല്ലേ? അപ്പം അരിക്ക് വെള്ളം വെച്ചുട്ടോ. അതവിടെ കിടന്നിട്ട് അങ്ങനെ ആവട്ടെ. എന്നപ്പോൾ മോൻ്റെ കുളി കഴിഞ്ഞ് വന്നു. ഈ ബാക്കിയുള്ളവരെ കൂടി അത് അലക്കാനിട്ടിട്ട് അതിൻ്റെ സൗണ്ടാണ് കേട്ടോ വന്നത്. മോൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇനി അവന് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അവന് ദോശ ഉണ്ടാക്കട്ടെ. അപ്പം ഇനി അവിടുന്ന് അരിക്ക് വെള്ളം തിളക്കട്ടെ. കുളിച്ച് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. അരിക്ക് വെള്ളം ഉണ്ട് അടുപ്പത്ത്. അത് തിളയ്ക്കുമ്പോഴേക്ക് ദോശ ഉണ്ടാക്കി കഴിയും. എന്നിട്ട് നമുക്ക് അരി കഴുകിയിട്ടിടാം. ഇന്ന് കാര്യമായിട്ടൊന്നും ഇതെന്താ കത്തുന്നില്ല. ഇന്ന് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒരു ചമ്മന്തി, ഒരു ചെറുതായിട്ട് മമ്പയറും കായും കൂടെ ഒരു പുഴുക്ക് പോലെ ഉണ്ട്. പിന്നെ ഇന്നലെ ചക്കപ്പേരിൻ്റെ ഉണ്ട്, പകുതി വേവിച്ച് വെച്ചിട്ട്. ചക്കയല്ല, നമ്മളെ കൊത്തൻ ചക്ക എന്ന് നിങ്ങൾ പറയും. കണ്ടൽ ചക്ക, കൊത്തൻ ചക്ക എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ടൊരു ഉപ്പേരിയാണ്. ഏതായാലും ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. ബെനിക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അമ്മ കുളിക്കുന്നുണ്ട്. അമ്മ ഇപ്പോൾ കുളിച്ച് വരും. പിന്നെ മോഹനേട്ടൻ കുളിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇഡ്ഡലീൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശയാക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാ വീട്ടിലും അങ്ങനെയായിരിക്കും അല്ലേ? പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ പിന്നെ വിഷു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നും ഉപ്പുമാവായിരിക്കും ഉണ്ടാക്കുക. ഇഡ്ഡലിയല്ല ഉണ്ടാക്കി. ഇപ്പം എല്ലാവരും ഇഡ്ഡലിയും സാമ്പാറും ഒരുമിച്ച് വെക്കും. അന്നത്തെ കാലത്ത് എല്ലാം അടുപ്പിലല്ലേ. ഇന്നിപ്പോൾ എത്ര ഒരു സദ്യ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണേ. ഒക്കെ ഗ്യാസിലല്ലേ. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് അമ്മയൊക്കെ അടുപ്പ് തന്നെയാണ് ഈ സദ്യകളൊക്കെ ഉണ്ടാക്കുക. അന്ന് സാമ്പാറൊന്നും അത്ര പ്രാധാന്യമില്ല. അന്ന് പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും, നാട്ടുമാങ്ങ. അപ്പം പഴുത്ത മാങ്ങ കൊണ്ട് കൂട്ടാനാണ് ഉണ്ടാക്കുക. അതാണ് സദ്യക്ക് മെയിനായിട്ട് വിളമ്പുക. പിന്നെ നാടൻ കറി പക്ഷെ എല്ലാം ഉണ്ടാവും കേട്ടോ. അന്നാണല്ലോ നമ്മൾ അന്നത്തെ കാലത്ത്, ഇന്നിപ്പോൾ എന്നും സദ്യ തന്നെ പറയാം. അന്നത്തെ കാലത്ത് വിഷു ഓണമാണ് പ്രധാന സദ്യകളൊക്കെ ഉണ്ടാവുക. അപ്പം അന്ന് ഇഡ്ഡലി ഒന്നല്ല, അന്ന് എല്ലാ വീട്ടിലും അന്ന് ഉപ്പുമാവാണ്. ഇപ്പം എങ്ങനെയാ വെച്ചാൽ എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു ഇഡ്ഡലി സാമ്പാറായിരിക്കും വിശേഷ ദിവസങ്ങളിലൊക്കെയാണ്. അന്ന് ഉപ്പുമാവും. അപ്പോൾ ഇഡ്ഡലി മാവ് കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദോശ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തട്ട് ചൂടാവട്ടെ അല്ലേ? അപ്പോഴേക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ദോശ ഉണ്ടാക്കി തുടങ്ങട്ടെ കേട്ടോ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ വെച്ചാൽ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് വീഡിയോ എടുത്തു എന്നല്ലാതെ ഒരു ലോങ് വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ഒന്നാമത് അമ്പലത്തിലൊക്കെ പോയി വന്നു. പിന്നെ സദ്യ ഉണ്ടാക്കേണ്ട ഒരു തിരക്കായി. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ലോങ് വീഡിയോ എടുക്കാൻ നിന്നാൽ സമയം പോകുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ലോങ് വീഡിയോ ഒന്നും ഇടാതെ ഷോർട്ട് മാത്രം ഇട്ടത് കേട്ടോ. പിന്നെ ഒരു പടക്കം പൊട്ടിക്കുന്ന വീഡിയോ ലോങ് വീഡിയോ പോലെ ഓർഡർ ഇട്ടു. കാരണം സമയം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ അധികം ചെയ്യുമ്പോൾ ഈ ഫോൺ എടുത്ത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. ദോശ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. കഴിക്കുന്നതൊന്നും എടുക്കില്ല. സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, ദോശ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒന്നും അലക്കിയിട്ടില്ല. അപ്പോൾ എല്ലാം ഉണ്ട് അലക്കുന്നത്. അതിന് മിഷനിലായതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് അലക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പം ഇനി ഞാൻ ദോശ മുഴുവൻ ഉണ്ടാക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ കഴിക്കും. അതിന് ശേഷം കാണാം കേട്ടോ.
അപ്പോഴേക്ക് നമ്മളെ ചോറ് വെന്തു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറ് വെന്തു. ഇതിലേക്ക് നമുക്ക് മുതിരയും കായം കൂടെ ഒരു പുഴുക്ക് വെക്കുന്നുണ്ട്. അപ്പം അമ്മ അതിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം അമ്മ അതെടുത്തിട്ട് ഇവിടെ കൊണ്ടാക്കി കേട്ടോ. ഞാൻ അരി വാർക്കട്ടെ. അമ്മേ അതിൻ്റെ ഒച്ച അങ്ങോട്ട് അടിച്ചു. അരി വാർത്തു. കുക്കറിൽ എന്താ പറയുക, നമ്മുടെ മുതിരയും കായം കൂടെ പുഴുക്കിനുള്ളതാണ് കേട്ടോ വെച്ചത്. അതവിടെ നിന്നാവട്ടെ. ഇനി പാത്രം കഴുകാനുണ്ട് കേട്ടോ. പാത്രം കഴുകട്ടെ. രാവിലെ ചായ കഴിച്ച പാത്രമൊക്കെയാണ് കഴുകുന്നത്. അതിനിടയിൽ കുക്കറിൽ വരുന്നുണ്ട്. കുക്കറിൽ ഞാൻ പറഞ്ഞല്ലോ മുതിരയും കായും കൂടെ പുഴുക്ക് വെച്ചിട്ടുണ്ട്. അത് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാത്രം കൂടെ കഴിക്കാൻ ഏകദേശം. പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കണം. പിന്നെ ഉപ്പേരി ഞാൻ പറഞ്ഞല്ലോ ചക്ക ഇന്നലെ കണ്ടൽ ചക്ക വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വറവിട്ട ഉപ്പേരി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ചോറായിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. അതൊന്ന് വെച്ച് ഊറ്റും വേണം. കാരണം കളയാൻ പറ്റില്ല. നല്ല മട്ട അരിയൊക്കെ ചോറ് വെച്ചിട്ട് കളയാന്ന് പറഞ്ഞാൽ സങ്കടമല്ലേ. അപ്പം അത്രേ കാര്യങ്ങളുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഈ പാത്രം കേട്ടോ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പണി വേഗം തീരും. ഇന്നലത്തെ പോലെ കുറേ നേരം പണിയൊന്നുമില്ല. അപ്പം ഞാൻ ഈ പാത്രം തേച്ചെടുക്കട്ടെ കേട്ടോ. കണ്ടോ, അമ്മമ്മയും മോനും കൂടെ ഇന്ന് വിഷു കഴിഞ്ഞിട്ടുള്ള ക്ഷീണം തീർക്കുകയാണ് കേട്ടോ. രണ്ടാളും കൂടി ഇരുന്നിട്ട് വാഴ സിനിമ കാണുക. കണ്ടോ, യാതൊരു മൈൻഡും ഇല്ല. രണ്ടാളും കൂടെ എപ്പോൾ തുടങ്ങിയതാ അറിയാം. ചായ കുടിച്ചേം പാട് തുടങ്ങിയതാ സിനിമ കാണാൻ. ഒരാൾ സോഫയമേൽ കാല് വെച്ചിരിക്കുന്നുണ്ട്, ഒരാൾ ദിവാനേമേൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇന്നലത്തെ ക്ഷീണം കേട്ടോ. ഇന്നലെ ഒരുപാട് ജോലി ചെയ്തിട്ട് ക്ഷീണം. ഒരാൾക്ക് പടക്കം പൊട്ടിച്ച ക്ഷീണവും ഒരാൾക്ക് ഇന്നലെ ഒരുപാട് ജോലി ചെയ്ത ക്ഷീണം കേട്ടോ. ഒരു സിനിമ കാണട്ടെ. അപ്പം ഞാൻ മുതിരയും കായയും കൂടെ പിന്നെ നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി. പിന്നെ എന്നിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് നല്ല ഇനിയിപ്പോൾ ഗ്യാസിൽ വെക്കാം അല്ലെ, അത്രയല്ലേ പണിയില്ല. പിന്നെ ഇത് പറഞ്ഞാൽ ഇത് ഉപ്പേരി രണ്ടും ഒരുമിച്ച് ആയിക്കോളും. അപ്പം അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചമ്മന്തിയും കൂടെ ഉണ്ട്. അതും അമ്മ തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഉണ്ടാക്കി എടുക്കേ വേണ്ടു. ഇത് ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചക്ക വേവിച്ച് പിന്നെ നമ്മൾ ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഉണ്ടാക്കിയാൽ മതി. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും കുറച്ച് ഉള്ളിയൊക്കെ കൂടെ പുഴുക്കിന് വേണ്ടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ചേർക്കട്ടെ കേട്ടോ. എനിക്ക് കുറച്ച് ടോ കൂടുന്നുണ്ട് അല്ലേ. അപ്പവും ടോ അമ്മ എപ്പോഴും പറഞ്ഞു എനിക്കൊരു അപ്പവും അതേമാതിരി ഒരു ടോയും കൂട്ടുന്നുണ്ട്. അത് രസമല്ല. പക്ഷെ അത് സംസാരിക്കുമ്പോൾ നമ്മൾ നോർമലി വീട്ടിൽ നിന്നൊന്നും സംസാരിക്കുമ്പോൾ അങ്ങനെ ആ ടോ ഒന്നും വരില്ല. ടോയും വരില്ല, അപ്പമൊന്നും വരില്ല. പക്ഷെ ഇതിൽ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ പെട്ടെന്ന് കിട്ടാതാവും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നു പോകുന്നത്. അങ്ങനെ അറിയാതെ വന്നു പോകുന്നതാണ്. അത് അമ്മ ഇന്നലെയും പറഞ്ഞു വീഡിയോ കണ്ടിട്ട് കുറച്ച് ടോ കൂടുന്നുണ്ട്, അത് രസമില്ല എന്നൊക്കെ. അതങ്ങനെ വന്നു പോകുന്നതാണ്. സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടാതാവും. ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കണം. ഇപ്പം ഞാനത് നിർത്തി. അത് ഒന്നാമത് ശരിയാവുന്നില്ല, നമുക്കൊരു ഒറിജിനാലിറ്റി കിട്ടുന്നില്ല. അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബക്കാരോട് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ തന്നെ വോയിസ് ഓവർ കൊടുക്കാതെ ഞാൻ അപ്പം തന്നെ സംസാരിക്കുന്നത്. വീഡിയോ എടുത്തോണ്ട് തന്നെ സംസാരിക്കുന്നത് കേട്ടോ. പുഴുക്ക് ഏകദേശം റെഡിയായി. കുറച്ച് വെള്ളത്തോടെയാണ് ഈ കലത്തിൽ എന്താ ചട്ടിയിലാകുമ്പോൾ വെള്ളം വെയ്യല്ലോ. കുറച്ച് കരിവേപ്പില ഇടാം. ഞാൻ കരിവേപ്പില ചതച്ചിട്ടുണ്ട്. നല്ല നാടൻ കരിവേപ്പിലയാണ്. അപ്പം അത് കഴിച്ചാലും കുഴപ്പമില്ലല്ലോ.
അതുകൊണ്ട് കുറച്ച് ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേതാകുമ്പോൾ നമ്മൾ എടുത്ത് കളയല്ലേ ചെയ്യുക. അപ്പൊ കുറച്ച് തേങ്ങയുടെ കൂടെ ചതച്ചിട്ടുണ്ട്. ഇതും കൂടെ കത്തിക്കട്ടെ അല്ലേ, ഈ അടുപ്പും കൂടെ കത്തിക്കട്ടെ. ഈ അടുപ്പ് കത്തിക്കുമ്പോഴേക്കും എന്താ ഇതിൽ ഉപ്പേരി ആക്കാറോ. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കട്ടെ കേട്ടോ. ഉപ്പുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ മുളകിന് എന്താണെന്ന് അറിയുന്നില്ല, എരിവേ ഇല്ല. ഇപ്പം ഞാൻ 4 മുളക് എടുത്തു, എന്നിട്ട് വലിയൊരു എരിവൊന്നുമില്ല. ഞാനിപ്പോൾ അത്ര എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ, അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം അമ്മ വരുന്നന്ന് ഇതേപോലെ ഞാൻ പുഴുക്ക് ഉണ്ടാക്കിട്ടോ. അപ്പൊ വൈകുന്നേരം ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ, എന്നിട്ട് പുഴുക്കും കൂട്ടി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് കല്യാണത്തിന് പോകണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ നോക്കുമ്പോഴേക്ക് കേടായി. ഈ ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നു കേടായി പോയി. നല്ല അമ്മ പറയും ഉച്ചയ്ക്ക് എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു, മുതിരയും കായും കൂടെ പുഴുക്ക്. അപ്പൊ ഞാൻ വൈകുന്നേരം ഞാൻ കഞ്ഞിയാണ് കുടിക്കുക, അപ്പൊ അതിന് കൂട്ടി കഴിക്കാനാണ് എന്ന് വിചാരിച്ച് വെച്ചതാ. ഞാൻ കഞ്ഞിയൊക്കെ വെച്ച് ഇത് കുടിക്കാൻ വെച്ചാൽ ഇതെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര പുളി വന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഏതായാലും ഇന്നലെയൊക്കെ സദ്യ കഴിച്ച് വയറ് പൊട്ടി അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ലേ. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇത് കൂട്ടിയിട്ട് ഊണ് കഴിക്കാം അല്ലേ. ഇത് പുഴുക്ക് റെഡിയായി, ഞാൻ ഓഫാക്കി വെച്ചു. ഇനി ഇത് അടച്ചു വെക്കട്ടെ. പാത്രം ഒന്നും മാറ്റുന്നില്ല. ഇനി പാത്രം മാറ്റിയിട്ടാണോ ഒന്ന് കേട് വന്നതെന്ന് അറിയില്ലല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ് മുതിരയും കായും കൂടെ പുഴുക്ക്, ഭയങ്കര ഇഷ്ടമാണ്. മുതിര ഉപ്പേരി ഇഷ്ടമാണ്, മുതിരയും കായും പുഴുക്കും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഉപ്പേരിൻ്റെ നോക്കട്ടെ. ഉപ്പേരിക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കരിവേപ്പില ഇടണം. അത് കരിവേപ്പില വെള്ളം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഒച്ചയൊക്കെ ഉണ്ടിട്ടേ. മിഷനിലാണ് ഞാൻ, അല്ലെങ്കിലും അലക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ആറിടണം. കുറെ ആറിട്ടിട്ടോ, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറെ ആറിട്ടോ, ഇനിയിപ്പോ കുറച്ചും കൂടെ ആറിടാനുണ്ട്. അപ്പൊ അത് ആറിടണം. പണി കഴിഞ്ഞു. ഇനി ഇതൊക്കെ കൂടെ കഴിഞ്ഞു, ചമ്മന്തിയും കൂടെ എടുത്ത് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഇട്ട കുക്കർ ഒന്ന് കഴുകി വെക്കണം. അപ്പൊ അതും കഴിഞ്ഞിട്ട് ഞാനും അവരുടെ കൂടെ പോയിട്ട് ഇരുന്ന് TV കാണും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ലൈവ് പോകും. ഏതെങ്കിലും ഒന്ന് ചെയ്യും. ഇനിയുള്ളത് ഏറ്റവും വലിയൊരു പണി അയൺ ചെയ്യലാണ്. ഞാനിപ്പോൾ ഇതോടെ കഴിഞ്ഞ് ഞാൻ ഈ ഇപ്പോൾ ഏകദേശം ഉച്ച വരെയുള്ളത് കാണിച്ചിട്ട് ഞാൻ ഈ ലൈവല്ല ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വിശേഷങ്ങൾ, പിന്നെ വൈകുന്നേരം വിശേഷങ്ങളാണ്. വൈകുന്നേരം കാര്യമായിട്ട് വലിയ വിശേഷമൊന്നും ഉണ്ടാവില്ല. ഒരു ചപ്പാത്തി ഉണ്ടാക്കണം, കറി എന്തെങ്കിലും ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ മുറ്റൊക്കെ ഇന്ന് രാവിലെ തന്നെ അടിച്ചു വരും. കാരണം ഇന്നലെ പടക്കം പൊട്ടിച്ചിട്ട് ആകെ വൃത്തികേടായിരുന്നു. അപ്പോൾ പടക്കമല്ല കത്തിക്കുന്നത്, പൂത്തിരിയും കമ്പിത്തിരിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് രാവിലെ മുറ്റൊക്കെ രാവിലെ തന്നെ അടിച്ചു വരി. അപ്പൊ ആ പണിയൊന്നും ഇല്ലാന്ന് വൈകുന്നേരം. ഇനി ഉള്ളത് അയൺ ചെയ്യലാണ്. അതിന് അതിന് ദിവസമായിട്ട് മാറ്റി വെക്കണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ശനിയാഴ്ച ഒരു സ്ഥലം വരെ പോകണമെന്നുണ്ട്. പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് പോകുന്നത്. അത് ആദ്യം പറഞ്ഞു വെക്കാൻ എനിക്ക് പേടി. കാരണം ആ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു വെച്ചാലും നടക്കില്ല. അതുകൊണ്ട് എനിക്ക് ആരുടെ എന്തെങ്കിലും മുൻകൂട്ടി പറയാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ നോക്കാം. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച സ്ഥലത്ത് പോകാനുണ്ട് ശനിയാഴ്ച. അപ്പം പോണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സമയത്തേക്ക് എന്ത് ചെയ്യണം, കുറേ എല്ലാം ഇസ്തിരിടണം. എല്ലാം വലിച്ചിട്ട് അതൊക്കെ ഇസ്തിരിട്ട് വെക്കണം. അങ്ങനെ നോക്കട്ടെ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടാൽ ഉപ്പേരിയായി. ഇതും അടച്ചവിടെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചുക്കുവെള്ളമാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചത്. അരി വാർത്തു. ഇവിടെ അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി ചുക്കുവെള്ളം അടുപ്പത്തേക്ക് വെച്ചു. അതാ ഇവിടെ ഏകദേശം എല്ലാ പണിയായി. നമ്മുടെ മുതിരപ്പുഴുക്ക്, ചമ്മന്തി, നല്ല സദ്യ ആയിരുന്നില്ലേ, അതുകൊണ്ട് ചക്കക്കണ്ടലുണ്ട്, ഉപ്പേരി, ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി പപ്പടം ഇന്നലെ കാച്ചിയതുണ്ട്, അല്ലെങ്കിൽ വേറെ കാച്ചണം. പിന്നെ അടുക്കളയൊക്കെ ഞാൻ ക്ലീനാക്കി എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം നിങ്ങൾ കണ്ടില്ലേ,
11 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ഇത്രയും നേരത്തെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഫോണെന്ന് പറഞ്ഞ സാധനം ഞാൻ നോക്കിയിട്ടില്ല. ഫോണിന്ന് നോക്കിയതേ ഇല്ല. പക്ഷേ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങോട്ട് പോയി. ഇനി ഇരുന്നിട്ട് എനിക്ക് പണിയൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഫോണ് കാണുമോ ടി വി കാണുമോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. പക്ഷെ നമ്മൾ ആദ്യമേ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു പണിയും നടക്കില്ല. അതെനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഇന്ന് ഫോൺ നോക്കിയില്ല. എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ സമയത്ത് എനിക്ക് വായിക്കുകയാണെങ്കിൽ വായിക്കുക, ടി വി കാണണമെങ്കിൽ ടി വി കാണാം, ഇഷ്ടം പോലെ മൊബൈൽ കാണാം, എല്ലാത്തിനും സമയമുണ്ട്. 11 മണിയായിട്ടില്ലല്ലോ. എനിക്ക് ലൈവിന് വേണമെങ്കിൽ ലൈവിന് പോവാം. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതുവരെ ഞാനൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എനിക്ക് നേടാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ എനിക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. ഞാൻ വീഡിയോ ഇടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്തെങ്കിലും നമുക്കൊരു വീട്ടമ്മമാർക്ക് ഒരു വരുമാനം കൂടിയാണ് യൂട്യൂബ് എന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകൾ വേണ്ടി വരും. അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കായാലും കമൻ്റായാലും സബ്ബായാലും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. എനിക്ക് എൻ്റെ ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൂ. വേറെ ഒന്നും എനിക്കറിയില്ല. പിന്നെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനായി അതൊന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആകെ അറിയാം, എനിക്ക് ചോറും കൂട്ടാനും വെക്കാനറിയാം. പിന്നെ അത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റും, ഹസ്ബൻഡിനെ നോക്കാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യമല്ലേ. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കാൻ പറ്റും. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ എന്നെ മോശമായിട്ട് ഒരിക്കലും പറയുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ, അത് യൂട്യൂബിൽ കൂടെ കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാനതിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമം മാത്രം പോരാ, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം എനിക്ക് 1.8 അത്രയും സബ്ബായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടെ എന്നോട് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കണം. അതിൽ ലൈക്കും കമൻറ്റും നല്ലതായാലും ചീത്തയായാലും ഇടാം. അത് വെച്ച് ബാഡ് കമൻ്റ് അല്ല കേട്ടോ, നല്ല കാര്യം. ഇത് എവിടെയെങ്കിലും പാകപ്പഴം ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ഇനി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ടാറ്റാ, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ.